അവളെ അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചിട്ട് 2.5 വയസ്സുള്ളപ്പോൾ മരിച്ചിട്ട്. നഷ്ടപ്പെട്ട ആൾ തിരിച്ചു കിട്ടൂല തന്നെ ഉള്ളൂ. വലിയ വേദന അത് മാത്രമേ ഉള്ളൂ. ഒരാളില്ലാത്തൊരു തുണ. സ്ത്രീപീഡനം, മോഷണങ്ങൾ, പിടിച്ചുപറി, ഇങ്ങനെ 60ഓളം കേസുകളിൽ പ്രതിയായ ക്രിമിനൽ നാട്ടിൽ കറങ്ങി നടന്നു. വഴിമധ്യേ കണ്ട യുവതിയെ അണിഞ്ഞിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവരുന്നതിനായി കൊന്നു. നാടിനെ നടുക്കിയ പേരാമ്പ്രയിലെ കൊലപാതകം. ഓനെന്നാ സ്വർണ്ണം എടുത്തിട്ടാ മതിയേനു, ജീവൻ കൊടുത്താൽ മതി. അതൊന്നും ചെയ്തില്ലല്ലോ. അതും എടുത്തോ കൊന്നാണ് ഞാൻ. കല്യാണം കഴിച്ചിട്ടൊരു ജീവിതമാണെങ്കിൽ അതും തുടങ്ങിയിട്ടില്ല, ജീവിച്ചിട്ടില്ല. ഒരു കൊല്ലാകുന്നുള്ളൂ. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഓന് അസുഖം വന്ന് ഓൻ ഹോസ്പിറ്റലായി. ആടുന്ന ശേഷം പിന്നെ എനിക്കും സുഖമില്ലാണ്ടായി. കഴിഞ്ഞ മാർച്ച് 11 അമ്മയ്ക്ക് സുഖമില്ലാത്തതിനാൽ കുറച്ച് ദിവസങ്ങളായി സ്വന്തം വീട്ടിലായിരുന്നു അനു. രാവിലെ 9 മണിയോടെ അസുഖബാധിതനായ ഭർത്താവിനെ ആശുപത്രിയിൽ കാണിക്കുന്നതിന് വേണ്ടിയാണ് അനു വീട്ടിൽ നിന്നിറങ്ങിയത്. ഭർത്താവ് മുളിയങ്ങലങ്ങാടിയിൽ കാത്തു നിൽക്കുകയായിരുന്നു. ഇവിടേക്ക് വേഗത്തിൽ നടന്നു നീങ്ങുന്നതിനിടെയാണ് പ്രതിയായ മുജീബ് റഹ്മാന്റെ കണ്ണിൽപ്പെടുന്നത്. ഇവിടെയാണ് അനുവിനെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയത്. അനുവിന്റെ വീട്ടിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ദൂരം. മുജീബ് റഹ്മാൻ അനുവിനെ ബൈക്കിൽ കയറ്റി ഇവിടെ എത്തിയ സമയത്താണ് മൂത്രമൊഴിക്കണമെന്ന് പറയുന്നത്. ബൈക്കിൽ നിന്നിറങ്ങി അനു തോടരികിൽ നിൽക്കുന്നു. പുറകിൽ നിന്ന് തള്ളി ആ തോട്ടിലേക്ക് ഇടുകയാണ് ചെയ്തത്. എന്തായാലും വീഴ്ചയിൽ അനുവിൻ്റെ തല ഒരു കല്ലിലിടിച്ചു, ബോധം നഷ്ടമായി. പിന്നീട് അനുവിനെ വലിച്ചിഴച്ച് ഈ കലുങ്കിനടിയിലേക്ക് കൊണ്ടുപോയാണ് ചെളിയിൽ തല ചവിട്ടിത്താഴ്ത്തി അതിക്രൂര കൊലപാതകം നടത്തിയത്. സംഭവ സ്ഥലത്തിനടുത്തുള്ളൊരു വീട്ടിലെ CCTVയിൽ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന പ്രതിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. ഇതാണ് മുജീബ് റഹ്മാനിലേക്കുള്ള വഴി തുറന്നത്. 4ാം നാൾ മുജീബ് റഹ്മാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടും ക്രിമിനലായ മുജീബ് നാട്ടിൽ കറങ്ങി നടന്ന ക്രൂര കൊലപാതകം നടത്തിയത് ആരുടെ വീഴ്ചയാണ്? എവിടെയൊക്കെയാണ് പഴുതുകൾ? കടുത്ത ശിക്ഷ ഉറപ്പാക്കിയിരുന്നെങ്കിൽ ഒരു മനുഷ്യജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലേ? 59 കേസിലെ പ്രതി എൻ്റെ മോള് പോയവരാന്ന് ഓൽക്ക് അറിഞ്ഞത്. അതുവരെ ഓല് ഇവൻ്റെ പേരുള്ള കേസൊന്നും ഓൻ അറിയൂലേ. ഓലെ അറിയാണ്ട് വെച്ചതാ. ഇതുവരെ ഇതാണല്ലോ നിയമം. അനു കൊലക്കേസിൽ പോലീസ് പെട്ടെന്ന് തന്നെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു. വിചാരണ ഉടൻ ആരംഭിക്കും. എന്ന് വെച്ചാൽ ഓനെ എന്നാലും ഇനി പുറത്തേക്ക് കിടക്കരുത്. ഓനെ തൂക്കി കൊല്ലുക ചെയ്യേണ്ട നിങ്ങൾ. അതാ എനിക്ക് ചെയ്തു തരേണ്ടത് കാര്യം. ഇനി ഓൻ പുറലോകം കാണരുത്. ജോം ടി കെയോടൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.